കസ്തൂർബ സ്കൂൾ ഓഫ് ഫാഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ട് ബേസിക് സ്റ്റിച്ചുകളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ബേസിക് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ഒന്ന് ബാക്ക് സ്റ്റിച്ചാണ്. അപ്പോൾ ബാക്ക് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സ്റ്റിച്ചുകളാണ്. അപ്പോൾ റണ്ണിങ് സ്റ്റിച്ചും ചെയിൻ സ്റ്റിച്ചും ഒക്കെ പോലെ തന്നെ വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 6 സ്ട്രാൻഡ്സ് കോർത്തിട്ടുണ്ട് നീഡിലിൽ. അതിങ്ങനെ കുത്തിയെടുത്തിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് കുറച്ച് മുന്നോട്ട് വേണം നമ്മൾ എപ്പോഴും എടുക്കാനായിട്ട്. ഇതുപോലെ ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് ബാക്ക് സ്റ്റിച്ച് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യരുത്. എന്നിട്ട് നമുക്ക് എത്ര സ്റ്റിച്ച് ലെങ്ത് വേണമെന്ന് ആദ്യം നോക്കാം. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നീഡിലിൻ്റെ പോയിന്റ് ഇവിടെ കുത്തണം. ഇവിടെ കുത്തിയിട്ട് താഴോട്ട് എടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റിച്ച് ലെങ്ത്ത് നമ്മൾ ശ്രദ്ധിക്കണം. എന്നാലേ സ്റ്റിച്ച് മൊത്തം ചെയ്താൽ ഭംഗി കിട്ടുള്ളൂ. അതുപോലെ ഇവിടെ നിന്ന് കുത്തി വീണ്ടും കൊടുക്കണം. അതായത് ഈക്വൽ സ്റ്റിച്ച് ലെങ്ത്ത് ആയിരിക്കണം. അപ്പോൾ അത് കംപ്ലീറ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് വരുന്ന സ്റ്റിച്ച് ഇവിടെ ഇങ്ങനെ ഈ ത്രെഡ് എന്ത് ചെയ്യണം, ഇതിൽ കയറ്റിയിട്ട് ഇവിടെ ഇങ്ങോട്ട് ഫിനിഷ് ചെയ്യണം. അടിയിൽ നോട്ടിട്ടാൽ മതി. അപ്പോൾ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്ന വിപ്ഡ് ബാക്ക് സ്റ്റിച്ചാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഹാഫിൽ നിന്ന് വേണം നമ്മൾ ഈ നീഡിൽ ഇങ്ങനെ പൊന്തിക്കാനായിട്ട്. എന്നിട്ട് ഈ ഒരേ ഡയറക്ഷനിൽ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ നീഡിലായി അടുത്ത സ്റ്റിച്ചിൻ്റെ അകത്ത് കൂടെ കയറ്റി കൊടുക്കുക. ഇപ്പോൾ 2 കളർ ത്രെഡ് യൂസ് ചെയ്യണം, എന്നാൽ മാത്രമേ ഇത് വിസിബിൾ ആവുള്ളൂ, ശരിക്കും വിസിബിൾ ആവുള്ളൂ. സിമ്പിളാണ്, പക്ഷെ വളരെ ഭംഗിയാണ് ഈ സ്റ്റിച്ച് കാണാൻ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പം മുകളിലത്തെ ബെൽ ഐക്കൺ പ്രത്യേകിച്ച് എനേബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാലേ നോട്ടിഫിക്കേഷൻ അപ്പോൾ കിട്ടുള്ളൂ. പിന്നെ ചിലരൊക്കെ കമൻറ്റ് ചെയ്തിരുന്നു, കാരണം നമ്മൾ സെർച്ച് ചെയ്യുമ്പം ചാനൽ കിട്ടുന്നില്ല എന്ന്. അപ്പോൾ അങ്ങനെ അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കസ്തൂർബ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പം കറക്റ്റ് സ്പെല്ലിങ് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ അത് വേറെ വേറെ ഏതെങ്കിലും ചാനലിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. താഴോട്ടാക്കിയിട്ട് ഇവിടെ നോട്ട് ഇട്ടാൽ മതി.
ചെയ്തൊരു ഡിസൈനാണ് ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. ഇത് വളരെ സിമ്പിൾ സ്റ്റിച്ചാണ്, പക്ഷേ ഇതിനെ കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസുമായിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു.